ഓർമ്മ വെച്ച് നടന്നത് സാഹിത്യവും തത്വജ്ഞാനവും ഇന്നേ വരെ ലോകം കണ്ടെത്തില്ലാത്ത തത്വജ്ഞാനം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞിരുന്നു. സോക്രട്ടീസിനെ വെല്ലുന്ന ഒരു തത്വജ്ഞാനിയായിട്ടും ഷേക്സ്പിയറിനെ വെല്ലുന്ന ഒരു സാഹിത്യകാരനുമായിട്ടും ഉയരുവാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനുള്ള എല്ലാ സോഴ്സുകളും എനിക്കുണ്ടായിരുന്നു. ഇന്നേ വരെ ലോകം കാണാത്ത കഥാപാത്രങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട, ഞാൻ വിചാരിച്ച് ഞാൻ എന്തോ വലിയ ആളാണെന്ന്. മറ്റുള്ളവരെല്ലാം ഞാൻ ഹൃദയം കൊണ്ട് പരിഹസിച്ചു. കാരണം എന്താണ്? അവരൊന്നും ബുദ്ധിയില്ലാത്തവര്, ഞാൻ മാത്രം ബുദ്ധിയുള്ളവന്. സ്കൂൾ ജീവിതത്തിൽ ഞാൻ എന്റെ കൂട്ടുകാരെ ചിലരെ മൊണ്ണ എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലയോ? പ്രിയപ്പെട്ട, അറിവില്ലായ്മയിലാണ്. എന്നാൽ നോക്കിയവന് ഒരു ബലഹീനായിരിക്കുന്ന ഒരു പയ്യൻ ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ചായിരുന്നു. അത് അവനെന്താണ്, ഒരു കാലിന് നീളക്കുറവാണ്. ഞങ്ങൾ അവനെ ചട്ടുകാല എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുമായിരുന്നു. അവൻ ചിലപ്പോൾ കരയുന്നത് കണ്ടിട്ടുണ്ട്. എങ്കിലും പിള്ളേരെല്ലാം കൂടെ കൂടി ഇവനെ കളിയാക്കുമ്പോൾ അവസാനം എനിക്ക് മനസ്സറിഞ്ഞിട്ടാ മതി, ഇനി അവനോട് അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട, എന്നെ ഒരു ചട്ടുകാലനായിട്ട് ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു. എന്നെ ഒരു മന്ദബുദ്ധിയായിട്ട് ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു. എന്നെ ഒരു ബുദ്ധിയില്ലാത്തവനായിട്ട് സൃഷ്ടിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആരോഗ്യമോ ബലമോ ബുദ്ധിയോ ജ്ഞാനമോ നമ്മുടെ സ്വന്തം സൃഷ്ടിയാണോ? അല്ല, ദൈവത്തിന്റെ ദാനമല്ലയോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അഹങ്കാരിയായിട്ട് ജീവിച്ച ഞാന് പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനം ഞാൻ കണ്ടെത്തിയിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ അപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലായിരുന്നു. അതേ പ്രിയപ്പെട്ട്, ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ ഉയർന്ന ഉന്നതനായിരിക്കുന്ന ജീവിതത്തിൽ ജീവിപ്പാൻ ഞാൻ ആശിച്ചു. അതെ, ഞാൻ എനിക്ക് തന്നെ ഒരു പേരിട്ടു. ഞാൻ ഈ ഭൂമിയുടെ ദൈവമാണ്, ഗോഡ് ഓഫ് ദിസ് എർത്ത് എന്ന് ഞാൻ എനിക്ക് തന്നെ പേരിട്ട അഹങ്കാരിയായിരുന്ന ഒരു മനുഷ്യന്, ആരുടെ മുമ്പിൽ എന്റെ തലയെ താഴ്ത്താത്ത അഹങ്കാരി നെഗളിയുമായിരുന്ന ഒരു മനുഷ്യന് അഹങ്കാരത്തിന്റെ അവസാനം എന്താണെന്നറിയാമോ? ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതം ദുസ്സഹമായിട്ട് തീർന്നു. പ്രിയപ്പെട്ട, താഴ്മയുള്ളവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. നമ്മുടെ ഹൃദയം സമാധാനമില്ലാത്തതായിട്ട് നെരിപ്പോട് കണക്ക് എരിയുന്നതിന്റെ കാര്യം എന്താണ്? ഈ മനോഹരമായിരിക്കുന്ന വീടുകൾക്കുള്ളിൽ എരിയപ്പെടുന്ന ഹൃദയങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ ദൈവം ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. എന്നാൽ നോക്കുവിന്, ഇങ്ങനെ അഹങ്കാരത്തോടെ ജീവിച്ച ഞാൻ 24 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതം ദുസ്സഹമായിട്ട് തീർന്നു. എനിക്ക് ആശ്രയിപ്പാൻ ലോകത്തിൽ ഒന്നുമില്ലാത്തവണ്ണം MLA-മാര് തൊട്ട് അല്ലെങ്കിൽ ഉന്നതന്മാർ തൊട്ട് ഉയർന്ന സാഹിത്യകാരന്മാർ തൊട്ട് അനേക 100 കണക്കിന് ആൾക്കാർ എന്റെ സ്നേഹിതന്മാരുണ്ടായിരുന്നു. എന്റെ ഹൃദയത്തെ തണുപ്പിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. എന്റെ ഹൃദയവേദന മാറ്റിക്കളയുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ പോലും കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഞാൻ ആത്മഹത്യ തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതാ ഞങ്ങളെപ്പോലെ വിലയില്ലാത്ത, നിങ്ങളുടെ മുമ്പിലും ലോകത്തിനു മുമ്പിലും വിലയില്ലാത്തൊരു ഉപദേശം എന്റെ വീടിന്റെ പടിയെ വിട്ട് കയറി വരികയാണ്. എന്റെ വിവാഹ ദിവസം ഞാൻ മറന്നുപോയി. ഈ ലോകത്തിന്റെ എല്ലാ മനോഹരമായിരിക്കുന്ന അനുഭവങ്ങളെയും ഞാൻ മറന്നുപോയി. 2002 ഡിസംബർ 27 സന്ധ്യാസമയത്ത് ആ ഉപദേശം എന്റെ വീട്ടിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ ആർദ്ര സ്നേഹത്തോടെ കരുണയോടെ വീക്ഷിക്കുന്നു. ആ മനുഷ്യൻ കടന്നു വന്നിട്ട് എന്നോട് ആദ്യത്തെ ചോദ്യം ഇതാണ്: നീ പുറമേ സന്തോഷവാനാണ്, എങ്കിലും നിന്റെ ഉള്ളം കൊണ്ട് മരിച്ചാൽ മതി എന്നായിട്ടില്ലയോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ഇല്ലയോ? ചിരിക്കുന്നു, കളിക്കുന്നു, തമാശ പറയുന്നു, ഉന്നതഭാവം കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും നിന്റെ ഹൃദയത്തിന്റെ ഏകാന്തതയിൽ നിന്റെ ദുഃഖം എത്ര വലുതാണ്.